പാട്ടൊക്കെ നല്ല രീതിയിൽ ട്രെൻഡിങ് ആകുന്നുണ്ട്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ കേട്ട് കേട്ടിപ്പോൾ സെറ്റായി. പിന്നെ കുറച്ച് വിവാദമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പോസ്റ്റേഴ്സും ഈ ഒരു സോങ്ങും ആണ് ആകെ ഇറങ്ങിയത്. വലിയ ഹൈപ്പൊന്നും ഇല്ല ഇപ്പോൾ. അമൽ നീരദ് പടം അതിനേക്കാൾ വലിയ ഹൈപ്പൊന്നും കിട്ടാനില്ല. ഇനി ടീസർ ഓർ ട്രെയിലറൊക്കെ വരുമ്പോൾ സെറ്റ് ആയിക്കോളും. എല്ലാവർക്കും ഇപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണ് ഈ ഒരു പടം? ഏത് കാറ്റഗറി ആണെന്ന് പോലും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിത് നോക്കാൻ പോകുന്നത് ബോഗൻവില്ലയുടെ സ്റ്റോറിയെക്കുറിച്ചാണ്. അപ്പോൾ നേരെ പോയേക്കാം. ഈ ഒരു പടത്തിന്റെ പോസ്റ്റർ വന്നപ്പോഴേ വന്നൊരു റൂമർ ആയിരുന്നു ഇത് റൂത്തിന്റെ ലോകം എന്ന നോവലിന്റെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് വെർഷൻ ആയിരിക്കുമെന്ന്. അത് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പടത്തിന്റെ റൈറ്റർ ആയിട്ടുള്ള ആള് തന്നെയാണ് ആ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു റൂമർ ആദ്യം തന്നെ വന്നത്. പക്ഷെ ഇന്നലെ ആ ഒരു നോവൽ ഞാൻ വായിച്ച് തീർത്തു മൊത്തം. അപ്പോൾ ഇത്രയും നാളും ഇറങ്ങിയ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയത് വെച്ച് നോക്കുമ്പോൾ ഇത് റൂത്തിന്റെ ലോകം തന്നെ ആകാനാണ് ചാൻസ്. മേ ബി നോവൽ വായിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ സ്റ്റോറി നോക്കാം. മൊത്തം സ്റ്റോറി ഒന്നും എന്തായാലും പറയുന്നില്ല, ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കമന്റ് സെക്ഷൻ മൊത്തം തെറിയായിരിക്കും എന്നറിയാം. അതുകൊണ്ട് ചെറിയൊരു സ്റ്റോറി മാത്രമേ പറയുന്നുള്ളൂ. റൂത്തിന്റെ ലോകത്തിൽ പ്രധാന ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത് റൂത്ത് എന്നൊരു ലേഡിയും അവരുടെ ഭർത്താവും പിന്നെ അവരുടെ വീട്ടിലെ ജോലിക്കാരിയുമാണ്. റൂത്തിന് ഷോർട്ട് ടേം മെമ്മറി ലോസ് ആണ്. അപ്പോൾ ആ ഒരു സിറ്റിയിൽ തുടരെ തുടരെ യുവതികളെ കാണാതാവുന്നുണ്ട്. ആ ഒരു മിസ്സിംഗ് കേസും റൂത്തിലേക്ക് വരും. പിന്നീട് റൂത്ത് ആ ഒരു കേസ് അന്വേഷിക്കുന്നതാണ് നോവലിൽ പറഞ്ഞു പോകുന്നത്. ഈ ഒരു ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉള്ള ആൾ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവസാനം നല്ലൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ട്വിസ്റ്റ് ഇപ്പോൾ പറഞ്ഞ അഥവാ ഇനി ആ ഒരു മൂവിയിലും അതൊക്കെ ആണെങ്കിൽ അത് ശരിയാകത്തില്ല. ഒന്നുറപ്പിക്കാം, അവസാനം ഒരു 30 മിനിറ്റ് സീനായിരിക്കും. ഡിഫറൻസ് എന്തായാലും കൊണ്ടുവരും. ഫഹദ് ഫാസിൽ മേ ബി ഇതൊക്കെ അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഓഫീസർ ആയിരിക്കും. എനിക്ക് ഏകദേശം ഉറപ്പാണ് ഈ ഒരു നോവലിന്റെ സ്റ്റോറി തന്നെ ആയിരിക്കുമെന്ന്, ഒരു 90%. സത്യം പറഞ്ഞാൽ ഈ ഒരു നോവൽ വായിച്ചു കഴിഞ്ഞിട്ട് അമൽ നീരദിന്റെ മേക്കിങ്ങിൽ ഈ ഒരു സാധനം ആലോചിച്ച് നോക്കിയപ്പോൾ ഗൂസ്പംസ് ആയിരുന്നു. അതുകൊണ്ടാണ് അവസാനത്തെ ആ ഒരു 30 മിനിറ്റ് എടുത്തു പറഞ്ഞത്. മേ ബി വരത്തം പോലെ ഒരു സംഭവമാകാനാണ് ചാൻസ്. ഈ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മേ ബി പൊട്ടത്തരായിരിക്കാം. ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നത് കുറച്ചൊക്കെ ശരിയാകാറുണ്ട്. അതുകൊണ്ട് ചെറിയൊരു വിശ്വാസമുണ്ട്. ആ റൂത്തായിട്ട് നമ്മൾ ജ്യോതിർമയാണ് നോക്കിയത്. പിന്നെ ഭർത്താവായിട്ട് കുഞ്ചാക്കോവൻ, സൃന്ദ, അങ്ങനെ കുറച്ച് പേര് ഇതിനകത്ത് തന്നെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ ഏകദേശം ശരിയാവുന്നുണ്ട്. ഈ ഒരു നോവൽ വായിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്ക്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.